റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, അവിശ്വാസികൾ അവിടെ ചെയ്തിരുന്ന ഉത്സവങ്ങൾ പാട്ടുകളും മ്യൂസിക്കുമായിരുന്നു. അതിന് നാളെ ശിക്ഷയുണ്ട് എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. നബിതങ്ങൾ ദുനിയാവിൽ വെച്ചതിന് കിട്ടുന്ന ഏറ്റവും വലിയ ശിക്ഷയെക്കുറിച്ച് പറഞ്ഞത്, സയകൂനു ഫീ ഉമ്മതി ഖസ്ഫുൻ വഖദ്ഫുൻ വമസ്ഖുൻ, എന്റെ സമൂഹത്തിൽ ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെടുന്ന അപകടങ്ങൾ സംഭവിക്കാൻ പോകുന്നുണ്ട്. വഖദ്ഫുൻ വമസ്ഖുൻ, ആകാശലോകത്ത് നിന്ന് ചരൽക്കല്ലുകൾ മഴ വർഷിക്കാൻ പോകുന്നുണ്ട്. മനുഷ്യന്മാരുടെ മുഖം പോലും വികൃതമാകാൻ പോകുന്നുണ്ട്. ഖീല യാ റസൂലല്ലാഹ്, എപ്പോഴാണ് നബിയെ അത് എന്ന് ചോദിച്ചപ്പോ, ഇദാ ദഹറത്തിൽ ഖൈനാത്ത്, പാട്ടുപാടുന്ന പെൺകുട്ടികൾ സ്റ്റേജുകളിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയാലാണത്. എപ്പോ പാട്ടുപാടുന്ന പെൺകുട്ടികൾ റിയാലിറ്റി ഷോകളിലോ സിനിമകളിലോ സീരിയലുകളിലോ അല്ലാത്തിടങ്ങളിലോ കലോത്സവങ്ങളിലോ പ്രായപൂർത്തിയെത്തിയ മക്കള് അന്യ ആണുങ്ങളുടെ അന്യ ചെറുക്കന്മാരുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് പാട്ടുപാടാൻ തുടങ്ങുമ്പോ, വൽ മആസിഫു, മ്യൂസിക് ഉപകരണങ്ങൾ വ്യാപിക്കാൻ തുടങ്ങിയാൽ, വസ്തഹല്ലത്തിൽ ഖുംറു, കള്ളുകൾ ഹലാലാണെന്ന് വൽക്കരിക്കപ്പെടുമ്പോ, ലയകൂനന്ന മിൻ ഉമ്മതി അഖ്വാമുൻ യശ്റബൂനൽ ഖംറ, മദ്യപിക്കുന്ന ആളുകൾ എന്റെ സമൂഹത്തിൽ വരാനുണ്ട്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. വയുഅസഫു അലാ റൂസിഹിം ബിൽ ഖിയാൻ, തലയുടെ മേൽ മ്യൂസിക് പ്ലേ ചെയ്യപ്പെടുന്നവര്, നേരത്തെ പറഞ്ഞില്ലേ, ഹെഡ്ഫോൺ വെച്ചിട്ടോ അല്ലാതെയോ തലയുടെ മുകളിൽ മ്യൂസിക് കളിക്കപ്പെടുന്നവര്, മ്യൂസിക് ഉപയോഗിക്കുന്നവര് തലയുടെ മുകളിൽ എന്ന് പറഞ്ഞ ചെവിയിൽ മ്യൂസിക് പ്ലേ ചെയ്യുന്ന അവസ്ഥ വരും. യംസഖുഹുമുല്ലാഹു തആല ഖിറദതൻ വഖനാജീർ, അല്ലാഹുവിന്റെ മുമ്പിലേക്ക് അവർ കടന്നു വരുമ്പോ പന്നികളുടെയും കുരങ്ങന്മാരുടെയും മുഖമായിട്ടാണ് കടന്നു വരികയെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിരന്തരമായി മ്യൂസിക് കേട്ടിരുന്ന ആളുകൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങാതെ, അള്ളാഹുവിന്റെ ഖുർആൻ കേൾക്കാതെ മ്യൂസിക് കേട്ട് നടന്നവരെ നാളെ പരലോകത്തെ തിരിച്ചറിയാൻ മുഖത്ത് നോക്കിയാൽ പന്നിയുടെയോ കുരങ്ങിന്റെയോ രൂപമുണ്ടാകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളത് ആഗ്രഹിക്കുന്നുണ്ടോ? മുഅ്മിനീങ്ങൾ യൗമ തറൽ മുഖ്തറല്ലദീന ആമനു, മുഅ്മിനീങ്ങളായ ആളുകളുടെ മുമ്പിൽ അവരുടെ തസ്ആ നൂറുഹും ബൈന ഐദീഹിം, അവരുടെ മുമ്പിൽ പ്രകാശമുണ്ട്. വബി ഐമാനിഹിം, മുഅ്മിനീങ്ങളുടെ വലതുഭാഗത്ത് പ്രകാശം, മുമ്പിൽ പ്രകാശം, പിറകിൽ പ്രകാശം. അല്ലാഹു പ്രകാശത്തിന്റെ ആവരണം അണിയിക്കുമ്പോ കുരങ്ങന്മാരുടെ മുഖമായി നമ്മുടെ ചെറിയ മക്കള്, ചെറുപ്പക്കാര് നാളെ റബ്ബിന്റെ മുമ്പിലേക്ക് വരാൻ തുടങ്ങിയാൽ, നമ്മളെ പരിചയമുള്ള നമ്മുടെ അയൽപക്കക്കാര്, കൂടെ പഠിച്ചവര്, നമ്മുടെ കൂടെ കഴിയുന്നവര്, ഒരുമിച്ച് ടൂർ പോകുന്നവര്, ഒരുമിച്ച് കളിക്കുന്നവര്, ഒരുമിച്ച് ചിരിക്കുന്നവർ, ഒരുമിച്ച് സംഘമായി നടക്കുന്ന ചെറുപ്പക്കാർ നാളെ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് കുരങ്ങന്മാരുടെയും പന്നികളുടെയും മുഖത്തിൽ തിരിച്ചു വരുന്നത് ഭൂമിയിൽ മ്യൂസിക് കേട്ടതിന്റെ ശിക്ഷയായിരിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ഗൗരവത്തിലാണ് വിഷയം പഠിപ്പിക്കുന്നത്. മുസ്നദിൽ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവര് ഒരു ആവശ്യം നിർവഹിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയ ഹദീസുണ്ട്. ഒരു വഴിയിലൂടെ പോകുമ്പോൾ ഫസമിഅ സുമ്മാറത റാഇൻ, ആടിനെ മേച്ചു നടക്കുന്ന ഒരാളുടെ ഒരു വീണ കണ്ടു. ആടിനെ മേച്ചു നടക്കുന്ന ആളുകൾക്ക് അവരെ വശീകരിക്കാൻ ഉപയോഗിക്കുന്ന ചെറിയൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്, ഒരു ഫ്ലൂട്ട്. ആടിനെ മേക്കുന്ന ആളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ഫ്ലൂട്ട്, എന്താ നമ്മൾ പറയാ, മുള കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന ദ്വാരമുണ്ടാക്കി വിസിലടിക്കുന്ന ആ ചെറിയ ഉപകരണം ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളുടെ പൊന്നുമോൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അത് കേൾക്കാനിടയായപ്പോ ചെവിയിൽ വിരൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ ഹത്താ ജാവസ, അവിടുന്ന് കടന്നു പോകുന്നത് ചെവിയിൽ വിരൽ വെച്ചിട്ടാണ്. ആട്ടിടയന്റെ ഫ്ലൂട്ട് കേൾക്കുമ്പോഴാണോ ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ നാട്ടിലെ ബസ്സിലോടുമ്പോൾ ബസ്സിലെ ഡ്രൈവർ പ്ലേ ചെയ്യുന്നത്, നമ്മളൊരു പാസീവ് ലിസണറാ, കുറ്റുണ്ടാവില്ല. ബസ് പോവാൻ, ബസ് കയറി ചെമ്മാടെന്ന് കോട്ടാന് പരപ്പനങ്ങാടിന് തിരൂരിലേക്ക് പോവാൻ, താന്നൂരിലേക്ക് പോവാൻ, പരപ്പനങ്ങാടിന് കോഴിക്കോട്ടേക്ക് പോവാൻ ബസ്സിലാള് പ്ലേ ചെയ്ത് മ്യൂസിക് നമ്മളത് ആസ്വദിക്കണില്ല. നമ്മളല്ലാതെ വെച്ചത് നമ്മൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. നമ്മളത് ആസ്വദിക്കാതിരിക്കാൻ കുഴപ്പമില്ല, അല്ലാഹു നമുക്ക് ഒരു ശിക്ഷയും തരില്ല. നമ്മൾ ആസ്വദിക്കാൻ നിന്നാ കുറ്റാണ്. നമ്മൾ പാസീവ് ലിസണറാണ്, കുഴപ്പമില്ല, അല്ലാഹു പുറത്തു തരുമാറാകട്ടെ.
നബി തങ്ങൾ പറഞ്ഞു, ചില ആളുകളുണ്ട് അവരുടെ ഖൽബിലെ നിയ്യത്തിനനുസരിച്ചാണ് അള്ളാഹുവിന്റെ വിചാരണ. ഏതെങ്കിലും ഒരു തെറ്റ് നടക്കുമ്പോ അയാൾ അവിടെ ഇല്ലായിരുന്നു. അയാൾ പറഞ്ഞു, പടച്ചോനെ ഞാനവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് കൊതിക്കുകയാണെങ്കിൽ അവിടെ വന്നവന്റെ കുറ്റം ആ കൊതിച്ചവനുണ്ടാകുമെന്ന് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വാല് നടക്കാൻ ആൾ ആഗ്രഹിച്ചു, പടച്ചോനെ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. നമ്മുടെ ചെറമംഗലത്തെ മൊയ്തീനിക്കൊക്കെ ഉണ്ട് സൗദിയിൽ, അദ്ദേഹത്തിന് വരാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു അല്ലേ. അല്ലാഹു ഖൈർ ചെയ്യുമാറാകട്ടെ. പടച്ചോനെ എനിക്ക് പറ്റുമെങ്കിൽ ഞാൻ അവിടെ പോയി ഇരുന്നേനെ എന്ന് ആഗ്രഹമുണ്ട് മനസ്സിൽ. ശരീരം കൊണ്ട് വന്നിട്ടില്ല, മനസ്സുകൊണ്ട് കൊതിയുണ്ട് ആ നന്മ ചെയ്യാൻ. അങ്ങനെ നിങ്ങൾക്ക് കൊതിയുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങളത് ചെയ്തില്ലെങ്കിലും ചെയ്തതിന്റെ കൂലി അല്ലാഹു നിങ്ങൾക്ക് തരുമെന്ന് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മൾ അരുതാത്തൊരു സംഗതി, കല്യാണത്തിന് പോയി അവിടെ ചെന്ന് നോക്കുമ്പോഴവിടെ വാദ്യമേളങ്ങളും ഇറങ്ങിപ്പോരാൻ പറ്റാത്ത അവസ്ഥയാണ്. നമ്മളത് മനസ്സുകൊണ്ട് വെറുത്തു, കൽബ് കൊണ്ട് വെറുത്തു, നമ്മുടെ കൽബിൽ അതിന്റെ വെറുപ്പ് പ്രകടിപ്പിച്ചു. നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റാത്ത അവസ്ഥയാണ്. അത് പാസീവ് ലിസണറായിട്ട് അവിടെ ഇരുന്നു, നമുക്ക് കുറ്റം ഉണ്ടാവില്ല. അതല്ല നല്ല രസമുണ്ടല്ലോ എന്ന് പറഞ്ഞിരുന്നാൽ ആസ്വദിച്ചവന്റെ കുറ്റം അതിനുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ളവര് ഈ വിഷയം പറഞ്ഞുകൊണ്ട് നിരന്തരം പാട്ട് കേൾക്കുന്ന ആളുകളുടെ കൽബിൻ അല്ലാഹു സീല് വെക്കുമെന്നാണ്. പിന്നെ വാല് പറഞ്ഞാൽ ഏൽക്കൂല, ഖുർആൻ ഓതിയാൽ തരിപ്പ് വരൂല, അല്ലാഹുവിനെ പറ്റി പറഞ്ഞാൽ കൽബിന് പെടക്കൽ വരില്ല. കൽബ് സീല് വെച്ചിരിക്കുകയാണ്, കൽബ് സ്റ്റാമ്പ് ചെയ്തിരിക്കുന്നു. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ.